ഓക്കെ. ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ജീവിത നിലവാരം ഉയർത്തണം ജനങ്ങളുടെ. അതുപോലെ സമ്പന്ന വൈവിധ്യമാർന്ന ഒരു ജീവിതത്തിനായി പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയക്ക് തുടക്കം കുറിക്കുക എന്നതായിരുന്നു. വികസന പ്രക്രിയക്ക് തുടക്കം കുറിക്കുക എന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പദ്ധതി രേഖ. അപ്പൊ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അല്ലേ? അപ്പോ ആ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം നാം നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നവരായി മാറി. രാഷ്ട്ര നിർമ്മാണം എന്ന കർത്തവ്യം നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നു. സ്വതന്ത്ര ഇന്ത്യ നയിച്ചിരുന്നവർ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമ്പദ്ഘടന സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ഏതാനും പേരുടെ ക്ഷേമത്തിലുപരി എല്ലാവരുടെയും ക്ഷേമം അതായിരുന്നു ലക്ഷ്യം. ഓക്കെ, എല്ലാവരുടെയും ക്ഷേമം. അന്ന് ലോകത്ത് നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ സമ്പദ് വ്യവസ്ഥകളിൽ ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും നല്ലതായി തോന്നിയത് സോഷ്യലിസം ആയിരുന്നു. എന്നിരുന്നാലും ഈ സോവിയറ്റ് യൂണിയനിലാണല്ലോ ഈ സോഷ്യലിസം. ആ സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന സോഷ്യലിസത്തെ എന്തായിരുന്നു അദ്ദേഹം അനുകൂലിച്ചില്ല. ഓക്കെ, വ്യവസായശാലകളും അതുപോലെ കൃഷിയിടങ്ങളും തുടങ്ങിയ എല്ലാ ഉൽപാദന ഉപാധികളും ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്നു. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലേക്ക് എല്ലാം കൊണ്ടുവരിക എന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതാണ് സംഭവം. സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയതുപോലെ പൗരന്മാരുടെ ഭൂമിയുടെയും വസ്തുവകകളുടെയും ഉടമസ്ഥാവകാശങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പൂർണ്ണമായിട്ട് സോഷ്യലിസം ഇവിടെ സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയതുപോലൊരു സോഷ്യലിസം നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റു മറ്റ് നേതാക്കളും ചിന്തകരും മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും തീവ്ര രൂപങ്ങൾക്ക് ഒരു ബദൽ മാർഗങ്ങൾ അവർ അന്വേഷിക്കുന്നു. അങ്ങനെ സോഷ്യലിസ്റ്റ് വീക്ഷണത്തോട് അനുഭാവം പ്രകടിപ്പിച്ചവർ സോഷ്യലിസത്തിന്റെ സവിശേഷതകൾ ഉള്ളതും എന്നാൽ അതിന്റെ പരിമിതികൾ ഇല്ലാത്തതുമായ ഒരു സമ്പദ് വ്യവസ്ഥ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. എങ്ങനെയാണ് സോഷ്യലിസത്തിന്റെ സവിശേഷതകൾ ഉള്ളതും എന്നാൽ അതിന്റെ പരിമിതികൾ ഇല്ലാത്തതും. ഓക്കെ, ഈ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തും ശക്തമായ പൊതുമേഖലയും ജനാധിപത്യം 3 കാര്യങ്ങളാണ്. ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് വേണം, അതുപോലെ ശക്തമായ പൊതുമേഖല വേണം, ജനാധിപത്യം വേണം. ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടി ചേർന്നുള്ളൊരു സമ്പദ്ഘടനയാണ് അവർ ആഗ്രഹിച്ചത്. ഓക്കെ, അങ്ങനെ വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ നോക്കാം അല്ലേ? നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ കമ്പോള ശക്തികളായ പ്രധാനം ചോദന, ഡിമാൻഡ് അല്ലെ, തുടങ്ങിയവ ആശ്രയിക്കുക എന്നതാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം അല്ലെ? ആഭ്യന്തര വിപണിയിലോ വിദേശ വിപണിയിലോ ലാഭകരമായി വിറ്റഴിക്കപ്പെടുന്ന ഉപഭോഗ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ലാഭമാണ് അവരുടെ ലക്ഷ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? അവർക്ക് എന്താണ് വേണ്ടത്? ലാഭമാണ് അല്ലെ? ലാഭം. കാറുകൾക്കാണ് ഡിമാൻഡ് ഉള്ളതല്ലെങ്കിൽ, ചോദനമുള്ളതെങ്കിൽ കാറുകളും, സൈക്കിളുകളാണെങ്കിൽ സൈക്കിളുകൾ ഉൽപ്പാദിപ്പിക്കും. മൂലധനത്തെക്കാൾ ചെലവ് കുറഞ്ഞതാണ് അധ്വാനമെങ്കിൽ കൂടുതൽ അധ്വാനാത്മക ഉൽപാദന രീതിയും, നേരെ മറിച്ച് ആണെങ്കിൽ മൂലധന ഉന്മുഖ ഉൽപാദന രീതി ഉപയോഗിക്കും. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവരുടെ വാങ്ങാനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിലാണ്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ല, അവരുടെ വാങ്ങാനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സമ്പദ് വ്യവസ്ഥ നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വാങ്ങണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പണം ഉണ്ടായിരിക്കണം. പാവങ്ങൾക്ക് ചിലവ് കുറഞ്ഞ പാർപ്പിടം ആവശ്യമുള്ളതാണ്. പക്ഷെ വിപണിയിൽ ഇതിന് ചോദനമുള്ളതല്ലെ, ഡിമാൻഡ് ഉള്ളതായി പറയാൻ കഴിയില്ല. കാരണം പാവപ്പെട്ടവർക്ക് ഈ ആവശ്യത്തെ നിറവേറ്റാനുള്ള വാങ്ങൽ ശേഷി, അവരുടെ കയ്യിൽ പണമില്ല അല്ലെ? അപ്പൊ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഇത്തരമൊരു സമൂഹം അഭികാമ്യമായി തോന്നിയില്ല. പണമുള്ളവർക്ക് വേണ്ടി മാത്രം എന്നൊരു പ്രയോറിറ്റിയിലേക്ക് പോകും. അപ്പൊ അത് അഭികാമ്യമായി തോന്നി. ഓക്കെ, അപ്പൊ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഈ 3 ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലെ? അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഇത്തരമൊരു സമൂഹം അഭികാമ്യമായി തോന്നിയില്ല. ഏതാണ്? മുതലാളിത്ത വ്യവസ്ഥിതി മാറ്റം. കാരണം ഇത്തരമൊരു സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അവരുടെ ജീവിത നിലവാരം പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ? പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ
ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഇവിടെ സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അപ്പൊ സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, ഏതൊക്കെ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ഒരു രാജ്യത്തിന് ഗുണകരമായത് എന്തെന്ന് സർക്കാരിന് അറിയാമെന്നും വ്യക്തിഗത ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ എന്താണ് പ്രാധാന്യം നൽകേണ്ടതില്ലെന്നും അനുമാനിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ആണ് അവിടുത്തെ പരമാധികാരി. അപ്പൊ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്. അപ്പൊ ആളുകളുടെ ആവശ്യങ്ങൾ ഉപരിയായിട്ട്, വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപരിയായിട്ട് ഗവൺമെന്റ് ആണ് അവിടുത്തെ എന്താണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഡിസൈഡിങ് അതോറിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റ്. സാധനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നും അവ എങ്ങനെ വിതരണം ചെയ്യണമെന്നും സർക്കാർ തീരുമാനിക്കുന്നു. തത്വത്തിൽ സോഷ്യലിസത്തിൽ വിതരണം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ എന്തിനെയാണ്? ആവശ്യത്തെയാണ്. അല്ലാതെ അവർക്ക് എന്ത് വാങ്ങാൻ കഴിയും എന്നതിനെയല്ല. ജനങ്ങളുടെ ആവശ്യത്തിനെ മാത്രം എന്താണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതായത് അവിടെ വലിയ രീതിയിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അത് കിട്ടുന്നു. ഓക്കെ. മുതലാളിത്തത്തിൽ നിന്ന് വിഭിന്നമായി ഒരു സോഷ്യലിസ്റ്റ് രാജ്യം പൗരന്മാർക്ക് സൗജന്യമായി എന്ത് നൽകുന്നുണ്ട്? ആരോഗ്യ പരിരക്ഷ നൽകുന്നുണ്ട്. പൗരന്മാർക്ക് സൗജന്യമായിട്ട് ആരോഗ്യ പരിരക്ഷ നൽകുന്നു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എല്ലാം സർക്കാർ ഉടമസ്ഥതയിലായതിനാൽ സ്വകാര്യ സ്വത്തില്ല. നമുക്കറിയാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്തില്ല. ക്യൂബയിലും ചൈനയിലും ഭൂരിഭാഗം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? സർക്കാരുകളാണ്. അടുത്തത്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെ വിതരണം ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്ക് സർക്കാരും കമ്പോളവും ചേർന്ന് ഉത്തരം കണ്ടെത്തുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയിലും എന്ത് തന്നെയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വിപണി നൽകുകയും വിപണിക്ക് നൽകാൻ കഴിയാത്ത ആവശ്യ സാധനങ്ങൾ ഉൽപാദന വിതരണവും ആര് നടത്തുന്നു? സർക്കാർ നടത്തുകയും ചെയ്യുന്നു. അപ്പൊ വിപണിക്കുമുണ്ട്, അതായത് ഒരു അവിടെ എന്തുണ്ട്? എന്താണ് ഒരു എന്താണ് സ്വകാര്യ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും, അല്ലാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇതും ലഭിക്കും. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി പദ്ധതി എന്നാൽ എന്ത്? ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതികൾ. പദ്ധതിക്ക് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടായിരിക്കണം. ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകതവുമായ ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ പദ്ധതിക്ക് എപ്പോഴും ഒരു കാലയളവ് ഉണ്ടായിരിക്കും, അതിന് ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് 5 വർഷ കാലയളവിലേക്ക്, അതായത് പഞ്ചവത്സര പദ്ധതികളാണ്. ദേശീയ ആസൂത്രണത്തിന്റെ തുടക്കം കുറിച്ച പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടം കൊണ്ടത്. നമ്മുടെ പദ്ധതി രേഖകൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നാം നേടേണ്ടത് എന്തെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ദീർഘകാല പദ്ധതിയാണ് നമ്മൾ പരിപ്രേക്ഷ്യ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പരിപ്രേക്ഷ്യ പദ്ധതിക്ക് അടിസ്ഥാനമായി വർദ്ധിക്കേണ്ട എന്താണ്? പഞ്ചവത്സര പദ്ധതികളാണ്. പഞ്ചവത്സര പദ്ധതികളുമുണ്ട്, അതുപോലെ എന്തുണ്ട്? 20 വർഷം കൊണ്ട് നാം നേടേണ്ടത് എന്തെന്ന് പറയുന്ന പരിപ്രേക്ഷ്യ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാനും ഉണ്ട്. എല്ലാ ലക്ഷ്യങ്ങൾക്കും എല്ലാ പദ്ധതികളിലും തുല്യ പ്രാധാന്യം നൽകുക എന്നത് അഭികാമ്യമല്ല. ലക്ഷ്യങ്ങൾക്കും എന്താണ് ഓരോ പദ്ധതികളിലും ഓരോ ലക്ഷ്യങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ വിവിധ പദ്ധതി ലക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ അവതരണം തൊഴിൽ ലഭ്യത കുറയ്ക്കുമെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ല. പദ്ധതി ലക്ഷ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ആസൂത്രണങ്ങൾക്ക് ദുഷ്കരമാണ്. അതിനാൽ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് ഓരോ പദ്ധതിയും ഊന്നൽ നൽകുന്നത്. വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ്, ഓരോ പദ്ധതിക്കും ഓരോ വ്യത്യസ്ത ലക്ഷ്യങ്ങളായിരിക്കും. എത്രമാത്രം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മുടെ പദ്ധതികൾ വിശദമാക്കുന്നില്ല. ഇത് അസാധ്യവും അനാവശ്യവുമാണ്. ഒരു പദ്ധതിയുടെ പ്രധാന പങ്ക് ഏത് മേഖലയിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഓരോ പദ്ധതികൾക്കും ഓരോ ഉദ്ദേശങ്ങളാണല്ലോ. ഇങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായി നമ്മുടെ സമൂഹം വിഭാവനം ചെയ്തു. ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയെ ആസൂത്രിതമാക്കുന്നതോടൊപ്പം സ്വകാര്യ മേഖല ആസൂത്രണത്തിന് ഭാഗമാകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 1948 എന്താണ് വ്യാവസായിക നയപ്രമേയം, നമ്മുടെ അല്ലെ സാമ്പത്തിക ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്നതാണിത്. 1948 വ്യാവസായിക നയപ്രമേയവും
ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളും ഈ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെയാണ് 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അങ്ങനെ പഞ്ചവത്സര പദ്ധതികളുടെ യുഗം ആരംഭിക്കുന്നു.